എറണാകുളം പെരുമ്പാവൂരിൽ മോഷണ കുറ്റം ആരോപിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. പ്ലൈവുഡ് കമ്പനിയിലാണ് സംഭവം. 6 പേരെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി MK ഷുക്കൂർ കൊച്ചിയിൽ. ഷുക്കൂർ, എന്താണ് സംഭവം? നിഷാദ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പെരുമ്പാവൂർ മുടിക്കലിലെ AM പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ മൂലം റൂമിൽ താമസിക്കുന്ന 6 പേർ ഏതാനും സമയം പുറത്ത് അവർ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ മുറിയിലേക്ക് വന്നപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ ആ മുറിയിൽ കഴിയുന്നത് കണ്ടു. അവരുടെ മൊബൈലുകളെല്ലാം തന്നെ ആ മുറിയിൽ ചാർജ് ചെയ്യാനിടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഈ പരിചയമില്ലാത്ത ഇയാളെ കണ്ടപ്പോൾ ഇത് തങ്ങളുടെ ഈ മൊബൈൽ മോഷ്ടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാണ് ഇവർ ആക്രമിക്കാൻ തുടങ്ങിയത്. അതായത് ഈ പ്ലൈവുഡ് എല്ലാം ഉണ്ടാക്കുന്ന കമ്പനിയിൽ അതിന്റെ വേസ്റ്റായി വരുന്ന ഒരു നീളത്തിലുള്ള ഒരു വടിയുണ്ട്. ഈ വടി ഉപയോഗിച്ചാണ് ഈ ചെറുപ്പക്കാരനെ ഈ 6 പേരും ചേർന്ന് ആക്രമിച്ചത്. ക്രൂരമായുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം ഇയാൾ തളർന്നു വീഴുകയായിരുന്നു. ഇയാളുടെ പല്ലുകളെല്ലാം തകർന്നു. ഒപ്പം തന്നെ വയറ്റിലും മുഖത്തുമെല്ലാം ഗുരുതരമായ മുറിവുകൾ ഈ ആക്രമണത്തിലൂടെ സംഭവിച്ചു. അതിനുശേഷം പിന്നീട് പോലീസ് അറിഞ്ഞ സംഭവത്തിന് ശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാളുടെ മൃതദേഹമുള്ളത്. ഇയാളെ ഇപ്പോഴും തിരിച്ചറിയാനായിട്ടില്ല. ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏത് സ്ഥാപനത്തിലെ ജോലിക്കാരനാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ 6 പേരെ അസം സ്വദേശികളായ അലാവുദ്ദീൻ, മിനാറുൽ ഹക്ക്, സാക്കിർ ഹുസൈൻ, ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ് ഈ 6 പേർ. ഈ 6 പേരെയും പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ആരാണ് ഈ കൊല്ലപ്പെട്ട ആൾ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരാത്തതുകൊണ്ട് അയാളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം തുടരുകയാണ്. ശരിക്കും ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പോലീസ് പറയുന്നുണ്ടോ? എന്തിനായിരുന്നു ഇയാൾ റൂമിൽ വന്നത്? ഇത് മോഷണം ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടുകയായിരുന്നോ? മോഷണക്കുറ്റം ആരോപിക്കപ്പെടുകയായിരുന്നോ? പോലുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു ക്ലാരിറ്റി തരുന്നുണ്ടോ ഷുക്കൂർ? പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ AM പ്ലൈവുഡിൽ ജോലി ചെയ്യുന്ന ആളല്ല ഈ കൊല്ലപ്പെട്ട ആൾ എന്ന് വ്യക്തമായിട്ടുണ്ട്. 2, ഇവർക്കാർക്കും പരിചയമുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയുമല്ല ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ഇവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ സംഘം ചേർന്ന് ഇയാളെ ഒരു ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കിയത് എന്ന കാര്യത്തിലും പോലീസിന് സംശയമില്ല. എങ്കിൽ പിന്നെ ഇയാൾ ആരാണ് എന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇയാളുടെ പടം വെച്ച് സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പെരുമ്പാവൂരിൽ 10,000-കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ചുകൂടി സമയമെടുത്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇയാൾ ആരാണ്, എന്തിനാണ് വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രതികളെല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയുമാണ്. തീർച്ചയായും പ്രതികളെല്ലാം തന്നെ അസം സ്വദേശികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അലാവുദ്ദീൻ, മിനാറുൽ ഹക്ക്, സാക്കിർ ഹുസൈൻ, ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ് പ്രതികൾ. ഇവരെല്ലാവരും തന്നെ AM പ്ലൈവുഡ്സിലെ ജീവനക്കാരാണ്. ഇവർ ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ഇവർ ഒരുമിച്ച് തന്നെ തങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ബക്കറ്റിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. ആ ബക്കറ്റിനടുത്ത് ഇയാളെ കണ്ടപ്പോഴാണ് തങ്ങളുടെ മൊബൈൽ മോഷ്ടിക്കാൻ വന്ന ആളാണെന്ന് കരുതി, അല്ലെങ്കിൽ അങ്ങനെ സംശയിച്ച് ഇയാളെ ആക്രമിച്ചത്. സംഘം ചേർന്ന് ആക്രമിച്ചത്. ഇയാൾ നിസ്സഹായനായി ഈ മർദ്ദനം ഏറ്റുവാങ്ങിയ ആൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആൾ ബോധം കെട്ട് വീണ് പിന്നീട് മരണമടഞ്ഞത്. ഓക്കെ, മരിച്ച ആളുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശവും ഇതുവരെ അവൈലബിൾ അല്ല എന്നാണ്. തീർച്ചയായിട്ടും പോലീസിന് ഒരു വ്യക്തതയും ഇയാൾ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം അത് ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇയാളുടെ പടം വെച്ച് എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതെല്ലാം തന്നെ ഈ പടം നൽകി ഈ ആരാണ് യുവാവ് എന്ന കാര്യം അറിയാൻ വേണ്ടി പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ AM പ്ലൈവുഡ്സിലെ ജീവനക്കാരല്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അയാളുടെ വസ്ത്രധാരണ രീതി, അയാളുടെ രൂപം എല്ലാം വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, അസം സ്വദേശിയാണ് എന്ന് പോലും സംശയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇയാളുടെ പേരെന്താണ്, ഇയാൾ എവിടെയാണ് ജോലി ചെയ്തത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വ്യക്തമായിട്ടില്ല. ശരി, പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരു നോൺ മലയാളിയെ അടിച്ചു കൊന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ വിശദാംശങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. കാരണം ആരാണ് ഈ കൊല്ലപ്പെട്ട ആളെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മൊബൈൽ മോഷ്ടാവ് എന്ന പേരിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂരമായ ആക്രമണം പ്ലൈവുഡ് വടികൾ കൊണ്ട് അടിച്ച് മുഖത്തും വയറിനുമെല്ലാം പരിക്കേൽപ്പിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.